Hello, welcome back to Learn Economy Malayalam. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ലിമിറ്റേഷൻസ് ഓഫ് മോഡേൺ ഇക്കണോമിക്സ്. അപ്പോൾ മോഡേൺ ഇക്കണോമിക്സിന്റെ പല യൂസസിനെ പറ്റിയിട്ട് നമുക്കറിയാം. മോഡേൺ ഇക്കണോമിക്സിന്റെ പല ആപ്ലിക്കേഷൻസിനെ പറ്റിയിട്ട് നമുക്കറിയാം. ബട്ട് വാട്ട് അബൌട്ട് ലിമിറ്റേഷൻസ്? മോഡേൺ ഇക്കണോമിക്സിന്റെ വീക്ക്നെസ് എന്തൊക്കെയാണ് അതിന്റെ കുറവുകൾ? സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് മോഡേൺ ഇക്കണോമിക്സ്. അപ്പോൾ മോഡേൺ ഇക്കണോമിക്സിന്റെ ലിമിറ്റേഷൻസ് എന്താണ് എന്ന് നോക്കുന്നതിന് മുന്നേ മോഡേൺ ഇക്കണോമിക്സ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് വാട്ട് ഈസ് മോഡേൺ ഇക്കണോമിക്സ്? So modern economics is a study of how economic entities would be making choices regarding allocation of scarce resources. അതായത് എങ്ങനെയാണ് ഇക്കണോമിക് എൻറ്റിറ്റീസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? നമ്മുടെ ഇക്കണോമിക് ഏജൻറ്റ്സ്. ഇവിടെ നമുക്ക് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട്, കൺസ്യൂമേഴ്സ് വരുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരുന്നുണ്ട്, ഗവൺമെന്റ് വരുന്നുണ്ട്. ഇവരെല്ലാം തന്നെ ഇക്കണോമിക് എൻറ്റിറ്റീസ് ആണ്. ഇവർക്കെല്ലാം തന്നെ ഓരോ റോൾ ഉണ്ടായിരിക്കും ഇക്കോണമിയിൽ. എന്തായിരിക്കും കൺസ്യൂമേഴ്സിന്റെ റോള്? അവരുടെ റോള് യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുക. ഒരു റാഷണൽ ആയിട്ടുള്ള കൺസ്യൂമർ, ഒരു കോമൺ സെൻസോട് കൂടി ചിന്തിക്കുന്ന ഒരു കൺസ്യൂമർ എപ്പോഴും അയാൾക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയെ മാക്സിമൈസ് ചെയ്യാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. സോ വാട്ട് അബൌട്ട് പ്രൊഡ്യൂസർ? അയാളുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. കോസ്റ്റ് കുറയ്ക്കുക, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, ഇതായിരിക്കും ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മെയിൻ മോട്ടീവ്. അയാൾ ഡെഫിനറ്റ്ലി അയാൾക്കൊരു കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ. ഡെഫിനറ്റ്ലി കൺസ്യൂമേഴ്സിന്റെ കേസ് എടുക്കുമ്പോഴും യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാനായിട്ട്, സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാനായിട്ട് അയാൾക്കും കൺസ്ട്രെയിൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻകം. നമുക്ക് നമ്മുടെ ഇൻകം അനുസരിച്ച് മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അതായത് നമുക്ക് കിട്ടുന്ന ഇപ്പോൾ സാലറി അല്ലെങ്കിൽ വേജ് അനുസരിച്ച് മാത്രമേ നമുക്ക് ചിലവാക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബോറോ ചെയ്യണം. പക്ഷെ അത് കുറച്ച് കോംപ്ലിക്കേഷൻസ് പിന്നീട് ഉണ്ടാക്കും. ഇന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കൂടുതൽ കാശ് കിട്ടുകയാണെങ്കിൽ കൂടിയും നാളെ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ നമ്മൾ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും എടുക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, ഒരുപാട് എക്കണോമിക് എൻറ്റിറ്റീസ്, ഒരുപാട് എക്കണോമിക് ഏജൻറ്റ്സ് നമ്മുടെ ഇക്കോണമിയിലുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം തന്നെ ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. അവർക്കെല്ലാം തന്നെ ഓരോ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസും ഉണ്ടായിരിക്കും. ഇനി ഇവരെല്ലാം തന്നെ സ്കാർസ് റിസോഴ്സസ് വെച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ കൺസ്യൂമേഴ്സിന്റെ കേസ് ഞാൻ പറഞ്ഞു, ഇൻകം. ഒരിക്കലും കൺസ്യൂമറിന് അൺലിമിറ്റഡ് ഇൻകം കൊടുക്കുന്നില്ല. അഗൈൻ ഗവൺമെന്റിന്റെ കേസ്, ഗവൺമെന്റിന്റെ മാക്സിമം ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം വെൽഫെയർ ആണ്, അല്ലെ? ഇതാണ് ഗവൺമെന്റിന്റെ ഇന്റൻഷൻ. ഗവൺമെന്റ് പോളിസീസ് വഴി എക്സ്പെൻഡിച്ചർ കൂടി നമ്മുടെ ഇക്കോണമിയിൽ മാക്സിമം വെൽഫെയർ കൊണ്ടുവരിക, ഇതാണ് ഗവൺമെന്റിന്റെ ഇന്റൻഷൻ. അവിടെയും ഗവൺമെന്റിന് കൺസ്ട്രെയിൻ ഉണ്ട്. എന്താണ്? ഗവൺമെന്റ് ബഡ്ജറ്റ് നോക്കി മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ ഫൈനാൻഷ്യൽ റിസോഴ്സ് അനുസരിച്ചിട്ട് മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഗവൺമെന്റ് റവന്യൂ അനുസരിച്ച് മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മോഡേൺ ഇക്കണോമിക്സ് പഠിക്കുന്നത്. നമ്മൾ അവിടെ പ്രൊഡക്ഷനെ പറ്റിയിട്ട് പഠിക്കുന്നു, ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് പഠിക്കുന്നു, കൺസംഷനെ പറ്റിയിട്ട് പഠിക്കുന്നു, ഗവൺമെന്റിനെ പറ്റിയിട്ട് പഠിക്കുന്നു, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, റവന്യൂ കൈൻഡ് ഓഫ് തിങ്സ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മൾ മോഡേൺ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി മോഡേൺ ഇക്കണോമിക്സിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. കാരണം നമുക്ക് ഒരുപാട് തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക്സ് ഉണ്ട്. സോ സിംപ്ലി നമുക്ക് കുറേ തിയറീസ് ഉണ്ട്, അല്ലേ? ഈ തിയറീസ് നമ്മൾ എങ്ങനെയാണ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഓരോ മാത്തമാറ്റിക്കൽ മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദർ കംസ് അഗൈൻ കോംപ്ലിക്കേഷൻസ്, അല്ലേ? പിന്നെ നമുക്ക് എംപിറിക്കൽ മെത്തേഡ്സ് ഉണ്ട്. എന്താണ് എംപിറിക്കൽ മെത്തേഡ്സ്? ഇവിടെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യും. ഡേറ്റ കളക്ട് ചെയ്തിട്ട് ആ ഡേറ്റയെ അനലൈസ് ചെയ്ത് കാര്യങ്ങൾ പറയുന്ന രീതി. നമ്മൾ ഇന്റർനാഷണൽ ഇക്കണോമിക്സിൽ തന്നെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിയറീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ മാക്രോ ഇക്കണോമിക്സിലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിയറീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇന്റർനാഷണൽ ഇക്കണോമിക്സിൽ നമ്മുടെ ഹെർഷ്ഹോഫ്ലിൻ മോഡൽ, അതിനെ കോൺട്രാസ്റ്റ് ചെയ്ത് വന്ന അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്ത് വന്ന ലിയോണ്ടി പാരഡോക്സ്, ഇതൊക്കെ തന്നെ എന്താണ്? നമുക്ക് ഡേറ്റ വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. മാക്രോ ഇക്കണോമിക്സിൽ വരുമ്പോൾ ഫിലിപ്സ് കർവ് അനാലിസിസ്, അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വന്ന വേറെ കുറച്ച് തിയറീസ്.
കൺസംഷൻ തിയറീസ്, ഇതൊക്കെ നമ്മൾ എംപിറിക്കൽ സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഡേറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ടാണ് ഈ തിയറി ഫോർമുലേറ്റ് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ ഈ തിയറി പ്രൊപ്പൗണ്ട് ചെയ്ത ആൾക്കാർ, ഇക്കോണമിസ്റ്റ്, ഇത് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ മോഡേൺ ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം വരുന്ന കാര്യമാണ്. തിയറി വരുന്നുണ്ട്, മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, ഡേറ്റ അല്ലെങ്കിൽ എംപിറിക്കൽ മെത്തേഡ്സ് വരുന്നുണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് പതിയെ ലിമിറ്റേഷൻസിലേക്ക് കടക്കാം. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് മോഡേൺ ഇക്കണോമിക്സ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ട്രഡീഷണൽ എക്കണോമിക്സിൽ നിന്നും കുറച്ചുകൂടെ മോഡേൺ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മുടെ ഇക്കണോമിക് ഡേറ്റയെ പ്രസന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇക്കണോമിക് ഡേറ്റയെ അനലൈസ് ചെയ്യുന്നത്, തിയറിറ്റിക്കൽ മോഡൽസ് യൂസ് ചെയ്ത് ഇക്കണോമെട്രിക് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ മോഡലിനെ ബിൽഡ് ചെയ്യുന്നത്, അതുവഴി നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തുന്നത്, ഇതൊക്കെയാണ് നമ്മൾ മോഡേൺ ഇക്കണോമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. ആദ്യമേ നമുക്ക് പറയാം സിംപ്ലിസ്റ്റിക് അസംഷൻ. നമ്മൾ ഇക്കണോമിക്സിന്റെ ഏതൊരു തിയറി എടുത്തു നോക്കിക്കോളൂ, അവിടെ നമുക്ക് അസംഷൻ ഉണ്ടായിരിക്കും. എന്താണ് അസംഷൻസ്? കുറെ പ്രീ കണ്ടീഷൻസ് ആണ്. എന്താണ് ഈ പ്രീ കണ്ടീഷൻസ്? നമ്മൾ പറയുന്നു ഇന്ന കാര്യങ്ങളൊക്കെ ആണ്, എന്നിട്ടാണ് നമ്മൾ പറയുന്നത് എന്താണ് ഇന്ന തിയറി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ലോ ഓഫ് ഡിമാൻഡ് എടുക്കുക. ലോ ഓഫ് ഡിമാൻഡിൽ എന്താണ് പറയുന്നത്? ceteris paribus there is an inverse relationship between price and quantity demanded. ആദ്യമേ നമ്മൾ പറയുന്നു other things remaining the same, എന്നിട്ടാണ് നമ്മൾ പറയുന്നത് ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അല്ലേ? ഇൻവേഴ്സ് റിലേഷൻ ആണ് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ളത് എന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതർ തിങ്സ് റിമൈനിങ് ദ സെയിം അല്ലെങ്കിലോ, അതായത് നിങ്ങളുടെ ഇൻകത്തിൽ മാറ്റം വരുന്നുണ്ടെങ്കിലോ, നിങ്ങളുടെ ടേസ്റ്റിൽ മാറ്റം വരുന്നുണ്ടെങ്കിലോ, ഡെഫിനറ്റ്ലി ഇതാണ് നമ്മൾ റിയാലിറ്റിയിൽ സംഭവിക്കുന്നത്, അല്ലേ? നമുക്ക് ഇൻകം കൂടാം കുറയാം, നിങ്ങൾക്ക് ഒരു കമോഡിറ്റിയോടുള്ള താല്പര്യം കൂടാം കുറയാം, അതൊക്കെ മാറി മാറി വരുന്നതാണ്. പക്ഷെ നമ്മൾ ഈ ലോ ഓഫ് ഡിമാൻഡിൽ അതൊന്നും എടുക്കുന്നില്ല. അവിടെ എന്തുകൊണ്ടാണ് എടുക്കാത്തത്? കോംപ്ലിക്കേഷൻസ് വേണ്ട എന്നുള്ള ചിന്ത കാരണം. പക്ഷേ ഇത് കാരണം നമ്മൾ കൊണ്ടുവരുന്ന അസംഷൻസ്, ceteris paribus പോലുള്ള അസംഷൻസ് അൺറിയലിസ്റ്റിക് അല്ലേ? അത് നമ്മുടെ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ തന്നെ ഒരു പോരായ്മ അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം എന്താണ്? നമ്മുടെ കോംപ്ലക്സിറ്റീസ്, മോഡേൺ ലൈഫിന്റെ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫിന്റെ ഇറാഷണാലിറ്റീസ് ആൻഡ് കോംപ്ലക്സിറ്റീസ് നമ്മൾ എടുക്കുന്നില്ല. again നമ്മൾ കൺസ്യൂമറിനെ പറ്റി പറഞ്ഞു, അയാൾ റാഷണൽ ആണ്. ബിക്കോസ് അയാൾ എപ്പോഴും അയാളുടെ യൂട്ടിലിറ്റിയെ മാക്സിമൈസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഒരു പ്രൊഡ്യൂസറിനെ എടുത്താൽ അയാളും റാഷണൽ ആണ്, കാരണം അയാൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഒരു കൺസ്യൂമറിന് എപ്പോഴും യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആക്ച്വലി ഇൻ റിയാലിറ്റി ഒരു പ്രൊഡ്യൂസർ എപ്പോഴും പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഡെഫിനറ്റ്ലി അവിടെയും ലോസ് സിറ്റുവേഷൻ വരുന്നുണ്ട്. ബട്ട് തിയറി അത് പറയുന്നില്ല. തിയറിയിൽ ആ ഒരു സൈഡേയും നമ്മൾ എടുക്കുന്നില്ല. ഡെഫിനറ്റ്ലി പിന്നെ പഠിച്ച് പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഒരു ലോസ് മേക്കിംഗ് ഫേം ഉണ്ട്, ഒരു ലോസ് മേക്കിംഗ് പ്രൊഡ്യൂസർ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഇൻ ദ ബിഗിനിങ് നമ്മൾ പറയുന്നില്ല ഇതൊന്നും. അപ്പൊ ഈ ഇറാഷണാലിറ്റീസും ഈ കോംപ്ലക്സിറ്റീസും ഒന്നും തന്നെ നമ്മൾ ഈ സിംപ്ലിസ്റ്റിക് അസംഷൻസിലേക്ക് വരുമ്പോൾ നമ്മൾ എടുക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് അൺറിയലിസ്റ്റിക് അല്ലേ ഇക്കണോമിക്സ് എന്ന് ചിന്തിക്കണം. ഇനി neglecting social and environmental factors. മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് നമ്മൾ നടത്തുമ്പോൾ അവിടെ മോണിറ്ററി വാല്യൂസിനാണ് പ്രാധാന്യം. ഫോർ എക്സാമ്പിൾ പ്രൈസ്, അല്ലേ? പക്ഷെ അതിൽ ഉപരിയായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇക്വാലിറ്റി ആസ്പെക്ട്സ്, വെൽഫെയറിസ്റ്റിക് മെന്റാലിറ്റീസ്, എൻവയോൺമെന്റ് റിലേറ്റഡ് ആസ്പെക്ട്സ്, ഇത് നമ്മൾ ആക്ച്വലി വേണ്ടത്ര രീതിയിൽ പരിഗണന കൊടുക്കുന്നുണ്ടോ ഇക്കണോമിക്സിന്റെ കേസ് എടുക്കുമ്പോൾ? ഇപ്പോൾ നമ്മൾ ഒരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് വിചാരിക്കാം ഒരു ഏരിയയിൽ. ഈ ഫാക്ടറി കാരണം കുറെ ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്, കുറെ ആൾക്കാർക്ക് അതുവഴി ഇൻകം കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ എംപ്ലോയ്മെന്റ് കൂടി, ഇൻകം കൂടി. പക്ഷെ അത് കാരണം ആ നാട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? പൊല്യൂഷൻ വരാറില്ലേ? ഡെഫിനറ്റ്ലി നമ്മൾ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് എന്നൊക്കെയുള്ള പേരിൽ ഇത് പഠിക്കുന്നുണ്ട് എക്കണോമിക്സിൽ.
പക്ഷേ അത് എങ്ങനെ നമുക്ക് ആക്ച്വലി ഒരു മണി വാല്യൂഡ് രീതിയിൽ ഒരു മോണിറ്ററി ഫിഗറിന്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? അതൊരു ഡ്രോബാക്ക് അല്ലേ? അതും പ്രശ്നമാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ എ ലിമിറ്റേഷൻ ഓഫ് മോഡേൺ ഇക്കണോമിക്സ്. പിന്നെ ലിമിറ്റഡ് സ്കോപ്പ് ഓഫ് മെഷർമെന്റ്. അതായത് നമുക്കറിയാം GDP എല്ലാ നേഷന്റെയും പ്രോഗ്രസ് കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് GDP. പക്ഷെ ഈ GDP എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫിഗർ ആണ് അല്ലേ? ഒരു സിംഗിൾ ഫിഗർ. ഈ സിംഗിൾ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ രാജ്യം ഇത്രയും വളർന്നു, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വളർച്ച കൂടുതലായിട്ട് കഴിഞ്ഞ വർഷം വിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഈ വർഷം ഉണ്ടായി. പക്ഷേ അത് കാണിക്കുന്നത് എല്ലാ സെക്ഷന്റെയും പ്രോഗ്രസ് ആണോ? ഇക്കോണമിക്ക് ഒരു സിംഗിൾ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ GDP പറയുന്നത്. ആ GDP റെപ്രസെന്റ് ചെയ്യുന്നത് ഇക്കോണമിയുടെ എല്ലാ സെക്ഷൻ ആൾക്കാരുടെയും പ്രോഗ്രസ് ആണോ, ഹാപ്പിനെസ് ആണോ? ഡെഫിനറ്റ്ലി ഈ GDP എന്ന് പറയുന്നത് ആൾക്കാരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്ന കാര്യം എടുത്തിട്ടാണോ നമ്മൾ മെഷർ ചെയ്യുന്നത്? അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ ലാക്ക് ചെയ്യുന്നത്? ശരിക്കും നമ്മൾ ഈ ഒരു ഫിഗർ കാണിക്കുന്നത് ഒരു കംപ്ലീറ്റ് പിക്ചർ അല്ല, അവിടെ എന്തൊക്കെയോ ലാക്ക് ചെയ്യുന്നുണ്ട്. സോ അതും ഒരു ലിമിറ്റേഷൻ ആണ് ഇക്കണോമിക്സിന്റെ. ഇത് GDPയുടെ കേസ് മാത്രമല്ല, നമ്മുടെ ഏത് ന്യൂമറിക്കൽ ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ എടുത്താലും ഇത് തന്നെയാണ് കേസ്. സോ ഈ ഫിഗേഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ പോളിസി മേക്കേഴ്സ് എന്ത് ചെയ്യുന്നത്? പോളിസീസ് ബിൽഡ് ചെയ്യുന്നത്, പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന പോളിസീസിനും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ലേ? ഇതും നമ്മുടെ മോഡേൺ ഇക്കണോമിക്സിന്റെ ഒരു പ്രശ്നമാണ്. ഇൻകംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫൈനാൻഷ്യൽ സിസ്റ്റംസ്. നമ്മുടെ ഫൈനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഫൈനാൻഷ്യൽ മാർക്കറ്റ് വരുന്നുണ്ട്, ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ് വരുന്നുണ്ട്, ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്, ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് കുറേ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അവിടെ നമ്മൾ കണക്ഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്തൊക്കെയാണ്? അപ്പോ നമുക്കിവിടെ ചേഞ്ചസ് വേണം. ഇറ്റ്സ് ഓൾ അബൌട്ട് ഡൈനാമിക്സ് ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട്. സോ ഈ ചേഞ്ചസ് എല്ലാം തന്നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ഫൈനാൻഷ്യൽ സിസ്റ്റംസ്? ഇത് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട്, അതായത് നമ്മുടെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിനെ നമുക്ക് കംപ്ലീറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്നും എല്ലാവർക്കും പേടിയാണ്, ഒട്ടുമിക്ക ആൾക്കാർക്കും പേടിയാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് എന്തായിരിക്കും? ഓക്കെ, എൻ്റെ കയ്യിൽ ഇന്നിപ്പോ കുറച്ച് എക്സ്ട്രാ ക്യാഷ് കിട്ടി, വൈ ഷുഡ് ഐ ഇൻവെസ്റ്റ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ് വിച്ച് ഇസ് എ റിസ്കി ഏരിയ? ഇത്രയും റിസ്ക് ഞാൻ എന്തിനാണ് എടുക്കുന്നത്? വൈ കാണ്ട് ഐ പുട്ട് മൈ മണി ഇൻ ദ ബാങ്ക്? എൻ്റെ സേവിങ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഒരു FD ഒക്കെ തുടങ്ങിയിട്ട് പൈസ ബാങ്കിൽ ഇടുന്നതല്ലേ നല്ലത് എന്ന് നമ്മൾ ചിന്തിക്കും. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇന്നും ആൾക്കാർക്ക് പേടിയാണ്, ബിക്കോസ് അവിടെ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോഴും അവിടെ റിസ്ക് ആണെന്ന്. ഡെഫിനറ്റ്ലി റിസ്ക് ഫാക്ടർ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമുക്കത് മനസ്സിലാക്കി എടുത്താൽ എങ്ങനെയാണ് റിസ്ക് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് കുറയ്ക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ക്യാപിറ്റൽ മാർക്കറ്റിനെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും. അല്ലെങ്കിൽ കുറെ ആൾക്കാർ അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ നമുക്ക് ആ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. വി ലാക്ക് ദാറ്റ് അവയർനെസ് and that itself is identified to be a problematic area. അപ്പോൾ ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ സിസ്റ്റംസ് ഒക്കെയാണ് നമ്മുടെ മാക്രോ ഇക്കണോമിക്സ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തരാൻ പറ്റാതിരിക്കുക, നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് മനസ്സിലാക്കി തരാൻ പറ്റാണ്ടിരിക്കുക എന്ന് പറയുന്നതും ഒരു ഡ്രോബാക്ക് ആണ്. അടുത്തത് ഇഗ്നോറിംഗ് ബിഹേവിയറൽ എക്കണോമിക്സ്. എന്താണ്? നമ്മൾ ഇക്കണോമിക്സ് തിയറീസ് പറയും, കുറെ നമ്പേഴ്സ് യൂസ് ചെയ്യും, കുറെ ഡേറ്റ കളക്ട് ചെയ്യും, കുറെ തിയറി ബിൽഡ് ചെയ്യും, ബിക്കോസ് വി യൂസ് സം മോഡൽസ് യൂസിങ് സർട്ടൻ ഡേറ്റ. പക്ഷേ ആൾക്കാരുടെ ഇമോഷൻസ് എവിടെ വരുന്നുണ്ടോ? നമ്മൾ പറയുന്നു എന്താണ്? കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന മൈക്രോ ഇക്കണോമിക്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി പറയുന്നു, ഓർഡിനൽ യൂട്ടിലിറ്റി പറയുന്നു, ഇതൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ട്. പക്ഷേ
ആൾക്കാരുടെ ഇമോഷൻസ് ഡെഫിനറ്റ്ലി നമ്മുടെ ഡിമാൻഡിനെയും സപ്ലൈനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഇക്കണോമിക്സ് പഠിക്കുന്നില്ല. ഓൾസോ സോഷ്യൽ നോംസ്, ഇതൊന്നും ഇക്കണോമിക്സ് പറയുന്നില്ല. ഇതും ഡ്രോബാക്ക് ആണ്. Inability to predict black swan events. So black swan events എന്താണ് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ പറയും, ബിക്കോസ് ഇത് തന്നെ ഒരു സെപ്പറേറ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക, നമ്മുടെ ഇക്കോണമിയിലുള്ള റെയറസ്റ്റ് ഓഫ് ദ റെയർ ഇവന്റ്, റെയർ ആയിട്ടുള്ള ഇവന്റ്സ്. തിങ്ക് അബൌട്ട് സം ഷോക്സ്. ഇത് അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മുടെ ഇപ്പോൾ കോവിഡ് പാൻഡമിക് തന്നെ അൺപ്രഡിക്റ്റബിൾ ആണ്. 2008 ക്രൈസിസ്, ഇറ്റ് വാസ് ഓൾസോ ആൻ അൺപ്രഡിക്റ്റബിൾ ഇവന്റ്. ഇങ്ങനെയുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റെയറസ്റ്റ് ആയിട്ടുള്ള ഇവന്റ്സ് നമുക്ക് ബ്ലാക്ക് സ്വാൻ ഇവന്റ്സ് എന്ന് പറയാം. ഡെഫിനറ്റ്ലി അതിന് കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ തരാനായിട്ടുണ്ട്. അപ്പം ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ തരാം. അപ്പോൾ ഇങ്ങനെയുള്ള ക്രൈസിസ് പീരിയഡ്, പാൻഡമിക്സ്, ഇതിനെല്ലാം തന്നെ ഇക്കണോമിക് ഇമ്പാക്ട്സ് ഉണ്ട്. ഡെഫിനറ്റ്ലി ബാഡ് ഇമ്പാക്ട്സ് ഉണ്ട്. ഇതൊന്നും ചില സമയത്ത് ഇക്കണോമിക്സിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. That too is a problem. So നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, അപ്പോൾ ഇക്കണോമിക്സിന് കുറെ യൂസസ്, ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലിമിറ്റേഷൻസ്, പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രോബ്ലംസ് ഇല്ലാത്ത, ലിമിറ്റേഷൻസ് ഇല്ലാത്ത ആരുമില്ല. ആരും പെർഫെക്റ്റ് അല്ല, ഒന്നും പെർഫെക്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഇക്കണോമിക്സ് ഇറ്റ്സെൽഫ് ഇസ് എൻ ഇവോൾവിംഗ് ഫീൽഡ്. ഇക്കണോമിക്സ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇക്കണോമിക്സിൽ തന്നെ നമുക്ക് കുറച്ച് ഇന്റർ ഡിസിപ്ലിനറി ആസ്പെക്ട്സ് കാണാൻ പറ്റും. ബിഹേവിയറൽ ഇക്കണോമിക്സ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. നമ്മൾ പറഞ്ഞു ബിഹേവിയർ, ഇമോഷൻസ് ഒന്നും ഇക്കണോമിക്സ് തിയറീസിൽ പറയുന്നില്ല. അപ്പോൾ അതിനെ ആ ഒരു ഡ്രോബാക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് ബിഹേവിയറൽ ഇക്കണോമിക്സ് പോലെയുള്ള സബ്ജക്ട്സ് ആർ കമ്മിങ്. അങ്ങനെ ഉള്ള ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസിനെ കുറേയൊക്കെ മാറ്റാൻ പറ്റും. So we are actually trying for this kind of an approach. Interdisciplinary approach. അതായത് ഒരുപാട് ഡിസിപ്ലിൻസിന്റെ ഒരു കോമ്പിനേഷൻസ്. ഇപ്പോൾ ഇക്കണോമിക്സും സൈക്കോളജിയും, ഇക്കണോമിക്സും സോഷ്യോളജിയും, ഇക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും. യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് പൊളിറ്റിക്കൽ ഇക്കോണമി. നമ്മൾ ഇക്കണോമിക്സിനെ പണ്ട് വിളിച്ചിരുന്നു പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന്. ഇപ്പോഴും അതിൻ്റെ ഇമ്പോർട്ടൻസ് കംപ്ലീറ്റ് നഷ്ടമായിട്ടില്ല. അങ്ങനെ ഒരു ബ്രാഞ്ച് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക about the limitations of modern economics. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ കണ്ടന്റ് ഓഫ് ഡിസ്കഷൻ, ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ ആസ് വെൽ ആസ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതേപോലെ തന്നെ കുറച്ച് നോട്ട്സ്, മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലേൺ എക്കണോമി ആപ്പ്, ഇതും ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.